ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്കൊരു സാറ്റർഡേ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആവാം. അപ്പോൾ വെക്കേഷൻ ഡേ നമ്പർ 1 ആണ്. അങ്ങനെ സ്കൂളൊക്കെ അടച്ച് എന്നാലും നമുക്ക് സ്കൂളിലേക്ക് ഇന്ന് പോകണം കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിന്ന് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ആനുവൽ ഡേയുടെ പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസാണ് കേട്ടോ ഗായ്സ്. വെക്കേഷൻ ടൈമിൽ ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ പ്രാക്ടീസിന് പോകാൻ വേണ്ടി ഒരു കുട്ടിയുടെ ഡെയിലി മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 6:30 ആയപ്പോൾ എണീച്ച് വേഗം പല്ലേച്ച് കുളിച്ച് യൂണിഫോം ഇട്ട് സമയം നോക്കുമ്പോഴാണെങ്കിൽ 6:50. ഇന്ന് നേരത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഐറ്റംസ് റെഡിയാക്കാനുണ്ട്. അതിനായിരുന്നു ഫ്രൂട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. പൊമഗ്രാനൈറ്റ് ആണ് കേട്ടോ ഗൈസ്. ഇത് ഒരു ഭാഗം ശരിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് എൻ്റെ വൈറ്റ് ഷർട്ടാണ് യൂണിഫോമിൽ ഇതിൻ്റെ സ്റ്റെയിൻ ആവുന്നത്. ഓടിച്ചെന്ന് നെയിൽ പൊളിച്ചെടുത്ത് ഞാൻ വേഗം വൈപ്പ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വൈപ്പ് ചെയ്തപ്പോൾ ആ ഒരു സ്റ്റെയിൻ മാറിയിട്ടോ ഗൈസ്. അപ്പോൾ ഇനി ഇതൊന്ന് ചെയ്യാനായിട്ട് നമുക്കിനി മൊത്തം ചെയ്തെടുക്കണം. അങ്ങനെ അവസാനം നമ്മൾ കുറേ ശ്രമത്തിന് ശേഷം മൊത്തം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്നാക്സിന് കൊണ്ടുപോകാനായിട്ടുള്ള സംഭവം റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാം ഇങ്ങനെ കഴുകി എടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ബദാം കഴുകിയത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാനിവിടെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. ഈന്തപ്പഴത്തിൻ്റെ കുരു പുറത്തേക്ക് എടുത്തിട്ട് ഈന്തപ്പഴത്തിൻ്റെ കുരുക്ക് പകരം നമ്മൾ ബദാം വെച്ച് ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതും ഞാനൊരു പാത്രത്തിലിട്ട് അതും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുണ്ടായിരുന്നത് രാവിലെ കുറച്ച് ഈന്തപ്പഴം ഉണ്ടായിരുന്നു, ബദാം, അതേപോലെ തന്നെ കാഷ്യൂനട്ട് ഉണ്ടായിരുന്നു. ഇതായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. പിന്നെ ചൂടുവെള്ളം. അങ്ങനെ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ വേഗം മേക്കപ്പിൻ്റെ പരിപാടിയിലേക്ക് കടന്നു. അലോവേര ജെല്ല്, അതേപോലെ തന്നെ ലിപ് ബാം, N5 മസ്കാര, ഇതൊക്കെയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാഗിൽ നിന്ന് ബുക്കൊക്കെ വേഗം എടുത്ത് മാറ്റി കാണിച്ചു. ഇനി ഇതിൻ്റെ വെയിറ്റ് കൊള്ളാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ബുക്കൊക്കെ എടുത്ത് മാറ്റി. നമുക്ക് സ്നാക്സും അതേപോലെ തന്നെ വേറൊന്നും വെക്കാനില്ല. പിന്നെ ലിപ് ബാം മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ബാഗിൽ. അങ്ങനെ ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ലഞ്ച് കൊണ്ടുപോകാനായിട്ട് ഒരു ചപ്പാത്തിയും സാമ്പാറുമായിരുന്നു. അങ്ങനെ അതൊക്കെ വേഗം ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്നാക്സൊക്കെ ഒരു സൈഡിൽ റെഡിയായി. അപ്പോഴത്തേക്കും ഞാൻ വേഗം ചൂടുവെള്ളം കുടിച്ച് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ബാഗിലെല്ലാ സംഭവം എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ പോകുകയാണ് ഗായ്സ്. ഇപ്പോൾ സമയം നോക്കുമ്പോൾ 7:35 ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വാപ്പാട് കൂടെയാണ് പോയത്. അങ്ങനെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള വിശപ്പുണ്ട് ഗൈസ് എനിക്ക്. അപ്പോൾ എന്ത് കഴിക്കുമെന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അങ്ങനെ അത് വേഗം ഒരു സ്പീഡിലായിട്ട് വേഗം ഉണ്ടാക്കി. അങ്ങനെ അത് കഴിച്ചപ്പോഴാണ് ഗൈസ് കുറച്ച് സമാധാനം കിട്ടിയത്. വേറെ ഒന്നുമില്ല, ക്ഷീണിച്ച് അവശ്യതായിരിക്കുമായിരുന്നു. നിർത്താണ്ട് പ്രാക്ടീസായിരുന്നു. അങ്ങനെ അതൊക്കെ എനിക്ക് കുറച്ച് ഫോണിൽ കളിച്ച് കഴിഞ്ഞപ്പോൾ അച്ചാർ തന്നെ ഒരു കൊതി. അങ്ങനെ പിന്നെ ഫോണും കണ്ട് അച്ചാർ കഴിച്ചു. അപ്പോൾ സമയം നോക്കുമ്പോഴാണെങ്കിൽ 6 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഡിന്നർ സെറ്റാക്കാനായിട്ട് അടുക്കളയിൽ പോയി സാമ്പാർ വേഗം ചൂടാക്കി, അതേപോലെ തന്നെ ചപ്പാത്തി വേഗം ചുട്ടെടുത്തു. അപ്പോഴാണ് ഓംപ്ലേറ്റ് വയ്ക്കാനൊരു കൊതി. പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഓംപ്ലേറ്റുള്ള സെറ്റപ്പൊക്കെ ചെയ്തു വേഗം ഓംപ്ലേറ്റ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മുടെ ഡിന്നറൊക്കെ നമ്മൾ പ്ലേറ്റിൽ സർവ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഓംപ്ലേറ്റ് റെഡിയായി, ചപ്പാത്തി റെഡിയായി, അതുപോലെ തന്നെ സാമ്പാറും അതുപോലെ തന്നെ അച്ചാറും ഗൈസ്. അച്ചാർ എന്തിൻ്റെ ഒപ്പം എനിക്ക് പോയിക്കോളും. അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ ഞാൻ വേഗം സെറ്റാക്കി നമുക്കിനി കഴിക്കാം. എനിക്കെന്ന് വെച്ചാൽ നല്ല വിശപ്പുണ്ട്. അപ്പോൾ സാമ്പാർ ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ സാമ്പാർ കുറച്ചായിട്ട് വീണ്ടും പോയി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു ആ സമയമായപ്പോഴത്തേനും. പിന്നെ ഞാൻ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം സമയം നോക്കുമ്പോഴാണെങ്കിൽ 8:30. പിന്നെ അപ്പം തന്നെ വേഗം പോയി മുഖമൊക്കെ കഴുകി നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫേസ്. ഞാൻ ഡെയിലി തേക്കുന്ന സംഭവമാണ്. ഞാൻ റൈസ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ ഗൈസ് ഈ ഒരു ഫേസ് മാസ്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി റിസൾട്ടാണ്. ഇപ്പോൾ ഏകദേശം ഒരു 22 days ഒക്കെ ആയിട്ടുണ്ട്. എനിക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ 31 days കഴിഞ്ഞിട്ട് എന്തായാലും യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. റിസൾട്ട് സഹിതം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ കുറച്ച് നേരം യൂട്യൂബ് കണ്ട് സമയം നോക്കുമ്പോഴാണ് 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു യൂട്യൂബിൽ ഇടാനായിട്ട്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് പിന്നെ ഒരു സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സമയം നോക്കുമ്പോഴാണെങ്കിൽ 11:15 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുഖത്ത് റൈസ് വാട്ടറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ റൈസ് ചലഞ്ചിൻ്റെ ഭാഗമായി. അങ്ങനെ അത് കടിച്ച് സമയം നോക്കിയപ്പോഴാണെങ്കിൽ 11:21 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം നിന്ന് കിടന്നുറങ്ങിയിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ, സീ യു ഗൈസ്.